നമസ്കാരം, വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നറിയോ? ഒരു അടിപൊളിയായിട്ടുള്ള രീതിയിൽ ഇൻഡോ ചൈനീസ്, അതായത് ഇന്ത്യൻ ടേസ്റ്റ് ബഡിന് നന്നായിട്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു ചൈനീസ് വിഭവം. എന്താണ്? ബ്രെഡ് മഞ്ചൂരിയൻ. ഓക്കെ, അപ്പോൾ അതിനാവശ്യമുള്ളത് 4 ബ്രെഡ്, നോർമൽ ആയിട്ടുള്ള 4 ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 കപ്പ് ക്യാബേജ് ഇതുപോലെ നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും ഇതുപോലെ കുഞ്ഞു പീസാക്കുക. സൈഡൊന്നും എടുക്കണ്ട കേട്ടോളൂ, അതൊക്കെ ഇരുന്നോട്ടെ, അതൊന്നും വിഷയമല്ല. ഇതുപോലെ എല്ലാം ചെറുതായിട്ട് എടുക്കുക. ഒരുപാട് പേര് മെസ്സേജസ് അയച്ചിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോളൂ. ഓരോന്നായിട്ട് കാണിച്ചു തരാം. പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ എന്താണ് അത് ചെയ്യാൻ കാണിച്ചു തരൂ, ഇത് ചെയ്യാൻ കാണിച്ചു തരൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊക്കെ നോട്ട് ചെയ്യണ്ടിട്ടുള്ളൂ, ഒന്നും കാണാതെ പോകുന്നൊന്നും ഇല്ല. ഓരോന്നായിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. ഇത് നോക്കൂ, ഇത് പാർട്ടിപ്പൊളി സംഭവം. പാർട്ടിക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പാർട്ടി വേണമെന്നൊന്നും ഇല്ല, എന്നാലും വീട്ടില് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അല്ലാത്ത പക്ഷോ ഫ്രൈഡ് റൈസിന്റെ കൂടെയോ ഒക്കെ ഉണ്ടാക്കി നോക്കൂ, സൂപ്പറായിട്ട് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇതിങ്ങനെ ആയില്ലേ? ഇനി കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഈ ക്യാബേജും വെള്ളം യൂസ് ചെയ്യണ്ട. എന്തറിയോ, നമ്മളിത് മിക്സിയിലിടും. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മള് ഇതിനെ ക്യാബേജിന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം യൂസ് ചെയ്യണ്ട എന്ന്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ആയില്ലേ? ഇനി ഈ ഒരു സംഭവത്തിനെ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് തിരിക്കാൻ പോവാണ്, കാണിച്ചു തരാം. ഇപ്പം ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഒഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ കട്ടിക്ക് അരച്ചെടുക്കണം. ക്യാബേജും ക്യാരറ്റ് വേണമെങ്കിലും ഇട്ടോളൂ, പക്ഷെ ക്യാബേജ് മസ്റ്റാണ്, അത് സ്കിപ്പ് ചെയ്യാൻ പറ്റൂല. ഇതിലേക്ക് ഇനി കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ചൂരിയന് വേണ്ട ഉപ്പല്ല, ജസ്റ്റ് ഇതിന് വേണ്ട മാത്രം ഉപ്പ്. പിന്നെ വേണ്ടത് മുളക് പൊടി, പിന്നെ വേണ്ടത് സോയാ സോസ്. ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ അത് ഉണ്ടാക്കുമ്പോൾ ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്രെഡിനെ ഞാൻ ഇതുപോലെ ആ ബാറ്ററിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ആക്കാൻ കിട്ടും. ഇനി ഇവിടെ നോക്കുക, എണ്ണ നോർമൽ കുക്കിംഗ് ഓയിൽ സിമ്മില് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറിൽ എടുക്കണം. നാല് സ്ലൈസ് ബ്രെഡ് കൊണ്ട് നോക്കൂ എത്ര കിട്ടണമെന്ന്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം കേൾക്കണത് ഒരാൾ പൊരിഞ്ഞ കളിയാണ്, സാം, അതിൻ്റെയാണ്. അപ്പം അതൊക്കെ ഗോൾഡൻ കളർ ആവുന്ന വരയ്ക്കും നമുക്ക് വറുത്ത് കോരാട്ടുള്ളൂ. അപ്പോൾ അവിടെ സാമിനെ ഒന്ന് കാണിക്കി വറുത്ത്. അവിടെ അതാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ തട്ടലും മുട്ടലും ഒക്കെ.
ഇത് ഇനി നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് എടുക്കണം. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഓക്കെ, കറിവേപ്പില. അതാ ഞാൻ പറഞ്ഞത് ഇൻഡോ ചൈനീസ് എന്നുള്ള രീതിയിലായിരിക്കും എന്ന്. എന്നിട്ട് നമ്മൾ ആ ഒരു സോസൊക്കെ ഒഴിച്ചിട്ട് മഞ്ചൂരിയൻ ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാവട്ടെ. എന്നിട്ട് ബ്രൗൺ കളറിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഏത് പരുവത്തിൽ എടുക്കണം എന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ പതുക്കെ കിടന്നാവട്ടെ. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറിൽ ബ്രെഡൊക്കെ ആയിട്ടുണ്ട്. ബ്രെഡിൻ്റെ ബോൾസ് ഇതുപോലെ കോരി എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ എണ്ണ മാറ്റിയിട്ട് ഇതേ ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് ബാക്കിയുള്ളത് വഴറ്റിയെടുക്കാം. അപ്പോൾ 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇടുക, നന്നായിട്ട് വഴറ്റുക. 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഇത് നന്നായിട്ട് വഴറ്റണം. നല്ല മണം വരുന്നുണ്ട്. അധികം എണ്ണ വേണ്ട. ഇനി ഇതിലേക്ക് വേണ്ട കുരുമുളകും, ഇത് ആക്ച്വലി സോൾട്ട് ആൻഡ് പെപ്പറും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിത് ഒരൊറ്റൊന്ന് യൂസ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ചില്ലി സോസ് ഏതായാലും യൂസ് ചെയ്യുക. സോയ സോസ് വലിയ സ്പൂണിന് 2 സ്പൂൺ. ഇനി ഇത് ഒന്നാവാനുണ്ട്. ബിക്കോസ് ഈ സവാള ഈ സോയ സോസിൽ കിടന്നിട്ട് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ലേശം, വളരെ ലേശം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. യെസ്, ഇനി ഇതൊന്ന് കിടന്നായിക്കട്ടെ. അപ്പോഴേക്കും ബാക്കിയുള്ളത് എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇത് നന്നായിട്ട് തിളക്കിണ്ട്. ഇതിൽ 1/2 സ്പൂൺ പഞ്ചസാര, പിന്നെ ഡയറക്റ്റ് ആയിട്ട് ബ്ലാക്ക് പെപ്പർ. നമ്മൾ നാട്ടിലെ ബ്ലാക്ക് പെപ്പറും സോൾട്ടും കൂടിയിട്ടാണ് ഇട്ടത്. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റ് ബ്ലാക്ക് പെപ്പർ. ഇത് കുറച്ച് സ്പൈസി ആവണം, ഇല്ലെങ്കിൽ നന്നായിരിക്കില്ല. ഇത് ഇത്രയും വെള്ളമുണ്ട്. ഇനി നമ്മൾ 1 സ്പൂൺ, വലിയ സ്പൂണിന് 1 സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ടുണ്ട് ഞാൻ. പക്ഷെ വേണമെന്ന് നോക്കിയിട്ട്, എത്ര വേണമെന്ന് നോക്കിയിട്ട് ഞാൻ ഒഴിക്കുള്ളൂ. മുഴുവനൊന്നും ആവശ്യം വരില്ല. മഞ്ചൂരിയൻ്റെ സോസ് കണ്ടോ, കൂടിയാവാം. യെസ്, ഇത്ര ബാക്കിയുണ്ട്. അത് വേണ്ട, ബിക്കോസ് ഇത് ഞാൻ പ്രതീക്ഷ തന്നെയാണ്. ഇനി ഈ ബ്രെഡിനെ ഇതിലേക്ക് എടുത്തിട്ടിട്ട് ഓഫ് ചെയ്യാം. ഈ ബ്രെഡ് ഈ മസാല സോക്ക് ചെയ്തോളും, പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഓഫ് ചെയ്യാൻ പറഞ്ഞ്. നോക്കൂ, ബ്രെഡ് മഞ്ചൂരിയൻ
is ready to be served. ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക. അടിപൊളി റെസിപ്പിയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെയുള്ള റെസിപ്പീസ് വിനീസ് കിച്ചൺ യൂട്യൂബിൽ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. എത്ര സിമ്പിൾ ആണെന്ന് നോക്കൂ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഞാൻ വേറെ ഒരു മസാലയും പറഞ്ഞിട്ടില്ല, ഞാൻ വേറെ ഒരു ഇതും പറഞ്ഞിട്ടില്ല. ക്യാപ്സിക്കം വേണം, അത് വേണം, സ്പ്രിംഗ് ഓണിയൻ വേണം, ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഉണ്ടാക്കി നോക്കാം. വിനീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വേറൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.